വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ാം അധ്യായം 31-ാമത്തെ തിരുവചനം, 1 കൊറിന്ത്യൻസ് 12:31. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: എന്നാൽ ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ. ആ വചനം ഒന്ന് പറഞ്ഞേ. ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പറഞ്ഞേ, ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിങ്ങനെ ഈ വചനഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പങ്കുവെക്കാമെന്ന് ഓർത്തത്. എന്താണ് വചനം? ഏതാണ്? പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളിങ്ങനെ ചപ്പും ചവറും ഒന്നും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, അതും ഇതും ഒന്നും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. പിന്നെ എന്ത് ചോദിക്കണം? ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? തീക്ഷ്ണമായിട്ട് അഭിലഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ദൈവത്തിന് മുൻപിൽ ഏറ്റവും ഉത്കൃഷ്ടമെന്ന്, ഏറ്റവും ഉത്തമമെന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. എന്താണ് നമ്മൾ ചോദിക്കേണ്ടത്? വചനത്തിൽ പറയുകയാണ്, ദാനങ്ങളിൽ ഉത്കൃഷ്ടമായ ദാനങ്ങൾ. ഈ ഉത്കൃഷ്ടമായ ദാനങ്ങളിൽ പൗലോസ്ലീഹ പറയാണ് വൈവിധ്യമുണ്ട്. ദാനങ്ങളെല്ലാം ഒരുപോലെയല്ല, എല്ലാ ദാനങ്ങൾക്കും വൈവിധ്യമുണ്ട്. എങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ഉത്കൃഷ്ടമായ വൈവിധ്യമുള്ള ദാനങ്ങൾ നൽകുന്നത് ഒരാത്മാവ് തന്നെയാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. വീണ്ടും പറയാണ്, ശുശ്രൂഷകളിലും വൈവിധ്യമുണ്ട്. ദാനങ്ങളിലും വൈവിധ്യമുണ്ട്, ശുശ്രൂഷകളിലും വൈവിധ്യമുണ്ട്. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. വൈവിധ്യമുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ നിയോഗിക്കുന്നതും അതിനുള്ള ഉത്കൃഷ്ടമായ ദാനങ്ങൾ നമുക്ക് നൽകുന്നതും ദൈവം ഒരുവൻ തന്നെ. ഹല്ലേലൂയ. വീണ്ടും പറയാണ്, പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ട്. ദാനങ്ങളിൽ വൈവിധ്യമുണ്ട്. പിന്നെ എന്തിനാ വൈവിധ്യമുള്ളത്? ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ട്. ഇപ്പം പറയാണ് പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ട്. പക്ഷേ വചനം പറയുന്നു, എല്ലാവർക്കും, വൈവിധ്യമുള്ള പ്രവൃത്തികൾക്കും വൈവിധ്യമുള്ള ശുശ്രൂഷകൾക്കും വൈവിധ്യമുള്ള ദാനങ്ങൾക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്നത് ഒരുവൻ തന്നെ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഒന്നിനേക്കാൾ മെച്ചമെന്ന് അല്ലെ ഒന്നിനെ തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റത്തില്ല. എല്ലാം തരുന്നത് ഒരുവനാണ്. എല്ലാത്തിനും വേണ്ടി നിയോഗിക്കുന്നത് ഒരുവനാണ്. വൈവിധ്യമുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി, വൈവിധ്യമാർന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി, വൈവിധ്യമാർന്ന ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇതിൻ്റെ പുറകിൽ, ഇതിൻ്റെ മുൻപിലും പുറകിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരുവൻ തന്നെ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. വീണ്ടും പറയാണ്, ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ വിവിധങ്ങളായ ശുശ്രൂഷകൾ, വൈവിധ്യമാർന്ന പ്രവൃത്തികൾ, ഉത്കൃഷ്ടമായ ദാനങ്ങൾ, ഇതെല്ലാം ഒരേ ആത്മാവ്, ഒരേ ദൈവം വർഷിക്കപ്പെടുന്നത്, നൽകപ്പെടുന്നത്, നിയോഗിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്? ആ വാക്കൊന്ന് പറഞ്ഞേ. പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് പൊതു നന്മയ്ക്ക് വേണ്ടി. പൊതു നന്മയുണ്ടാകണം, സമൂഹത്തിന് നന്മയുണ്ടാകണം. ഒരു കുടുംബത്തിന് നന്മയുണ്ടാകുമ്പോൾ ആ നന്മയുടെ പ്രതിഫലനം അനുഭവിക്കുന്നത് ആരാണ്? സമൂഹമാണ്. ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ ഒരു കുടുംബം നല്ലതാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ നന്മ അനുഭവിക്കുന്നത് നമ്മുടെ ഇടവക സമൂഹം മുഴുവനുമാണ്. നമ്മുടെ ആ ലൊക്കാലിറ്റിയിലുള്ള സകല മനുഷ്യരുമാണ് അതിൻ്റെ നന്മ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, വൈവിധ്യമാർന്ന പ്രവൃത്തികളും ഉത്കൃഷ്ടമായ ദാനങ്ങളും ഉത്കൃഷ്ടമായ കൃപകളെല്ലാം ദൈവം തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഹല്ലേലൂയ. ഒരാൾക്ക് എന്ത് നൽകുന്നു? വിവേകം കൊടുക്കുന്നു. വേറൊരാൾക്ക് എന്ത് കൊടുക്കുന്നു? ജ്ഞാനം കൊടുക്കുന്നു. എന്നിട്ട് വചനം പറയുകയാണ്, ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു.
ഹല്ലേലൂയ. അപ്പോൾ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരം വേണ്ട, എല്ലാവർക്കും വിശ്വാസത്തിന് വരം വേണ്ട, എല്ലാം ഒരാൾക്ക് വേണ്ട. കാരണം പൊതു നന്മയ്ക്ക് വേണ്ടി എല്ലാവരുടെയും കൈകളിൽ ഓരോന്നോരോന്നോരോന്നോരോന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആർക്ക് കിട്ടിയാലും അവരെന്ത് ചെയ്യണം? ഈ വിവേകത്തിൻ്റെ വചനവും വിശ്വാസത്തിൻ്റെ വരവും രോഗശാന്തിയുടെ വരവും ഉത്കൃഷ്ടമായ ദാനങ്ങളും ആർക്ക് കിട്ടിയാലും എല്ലാവരും എന്ത് ചെയ്യണം? അതും കൊണ്ട് എന്ത് ചെയ്യണം? പൊതു നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. ഹല്ലേലൂയ. പൊതു നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാ പന്തക്കുസ്ത അനുഭവത്തിലൂടെ കടന്നുപോയി അല്ലേ? പന്തക്കുസ്ത അനുഭവം ശിഷ്യന്മാർക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? ശിഷ്യന്മാർക്ക് പന്തക്കുസ്ത അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ പിന്നെ അവരെന്താ ചെയ്തത് പറയാവോ? ശിഷ്യൻ ആരായി മാറി? ശിഷ്യൻ ആരായി മാറി? ശിഷ്യൻ അപ്പസ്തോലനായി മാറി. അതുവരെ പന്തക്കുസ്ത അനുഭവം ഉണ്ടാകുന്നത് വരെ അവർ ശിഷ്യരായിരുന്നു. പക്ഷെ പന്തക്കുസ്ത അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരാരായി മാറി? അപ്പസ്തോലന്മാരായി മാറി. അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ഐക്യപ്പെട്ടവരായി മാറി. അതുകൊണ്ടാണ് ഈ പന്തക്കുസ്ത അനുഭവത്തോടുകൂടി നമ്മുടെ ആരാധനാക്രമത്തിലെ ഉയർപ്പ് കാലം എന്ന് പറയുന്നത് അങ്ങ് അവസാനിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഉയർപ്പ് കാലമല്ല, ഇപ്പോൾ ഏത് കാലത്താണ് നമ്മളുള്ളത്? സ്ലീഹ കാലത്താണ്. സ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഐക്യപ്പെട്ടവൻ. ഐക്യപ്പെട്ടവൻ. അതുവരെ അവർ ശിഷ്യരായിരുന്നു. പന്തക്കുസ്ത സംഭവിച്ചതോടുകൂടി ഇവർ ഐക്യപ്പെട്ടവരായി മാറി, ഇവർ അപ്പസ്തോലന്മാരായി മാറി. ഹല്ലേലൂയ. അപ്പോൾ അപ്പസ്തോലന്മാരായി മാറിയപ്പോൾ ഈ അപ്പസ്തോലന്മാരെ വെറുതെ അങ്ങ് പറഞ്ഞയക്കുകയല്ല, പരിശുദ്ധാത്മാവ് അവരെ അയക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അവരിലൂടെയാണ്. അവർ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവർ ഓരോ കുഞ്ഞു കുഞ്ഞ് ഗ്രൂപ്പുകൾ, സഭാ സമൂഹങ്ങൾ രൂപപ്പെടുത്തിയെടുത്തു. ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെയെല്ലാം അവരനുഭവിച്ച് ഈശോയെ പങ്കുവെച്ചിട്ട് ഇത് കേൾക്കുന്നവരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ഒരു സഭാ സമൂഹം രൂപപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ സഭാ സമൂഹത്തിൽ ലോകത്തിൽ വളരാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ സഭയെ വളർത്താൻ വേണ്ടിയിട്ട്, സഭയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് എന്ത് നൽകിയത്? അപ്പസ്തോലന്മാർക്ക് പന്തക്കുസ്ത അനുഭവം നൽകിയത്. പന്തക്കുസ്ത അനുഭവത്തിലൂടെ ഈ ഉത്കൃഷ്ട ദാനങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ, ചിലർക്ക് വിശ്വാസവരം, ചിലർക്ക് ജ്ഞാനവരം, ചിലർക്ക് രോഗശാന്തിവരം, ഇങ്ങനെ വിവിധ വരങ്ങൾ നൽകി അവരെ ദൈവം ആ തിരുസഭയെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട്, അങ്ങനെ തിരുസഭ ലോകത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമായിട്ട് തീരാൻ വേണ്ടിയിട്ട് ദൈവം ഈ പന്തക്കുസ്ത അനുഭവത്തിലൂടെ അവരിൽ പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മളും ഈ പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പന്തക്കുസ്ത കഴിഞ്ഞാൽ പിന്നെ എന്താ അല്ലേ? പന്തക്കുസ്ത കഴിഞ്ഞാൽ പിന്നെ എന്താ? പിന്നെ നമ്മളും അപ്പസ്തോലന്മാരാകുകയാണ്, നമ്മളും ഐക്യപ്പെട്ടവരായി മാറുകയാണ്. അതുവരെ ശിഷ്യരെ പോലെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി, കൃപകൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഉത്കൃഷ്ടമായ ദാനങ്ങൾ, വരങ്ങൾ, കൃപകൾ എല്ലാം സ്വീകരിച്ചു. ഇനി നമ്മളെയും ഐക്യപ്പെടുകയാണ്. ഓരോ കുഞ്ഞു കുഞ്ഞ് സമൂഹങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടി നമ്മൾ രൂപപ്പെടുത്തേണ്ട കുഞ്ഞ് സമൂഹം ഏതാ? നമ്മുടെ കുടുംബമാണ്. ആദ്യത്തെ ചെറിയ സമൂഹം എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് നമുക്ക് വാർഡുകൾ അല്ലേ? വാർഡുകളുണ്ട്. അവിടെ ഒരു കൂട്ടായ്മയാണ്. എല്ലാ ഇടവകയിലും ഉണ്ട് വാർഡ് കൂട്ടായ്മകൾ, ഇല്ലല്ലേ? ഉണ്ടോ? കുടുംബ കൂട്ടായ്മകൾ, വാർഡ് കൂട്ടായ്മകൾ, ഇതെല്ലാം നമ്മുടെ സമൂഹങ്ങളാണ്. സഭയെ വളർത്തുന്ന കൂട്ടായ്മകളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെയെല്ലാം സഭ വളരണമെങ്കിൽ, നമ്മുടെ സമൂഹം വളരണമെങ്കിൽ, നമ്മുടെ കുടുംബം വളരണമെങ്കിൽ ഇവിടെയെല്ലാം ഈ ഉത്കൃഷ്ട ദാനങ്ങളുടെ ഒരു പ്രവർത്തനം വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയെല്ലാം ഈ ഉത്കൃഷ്ട ദാനങ്ങൾ, അല്ലെ വെറും ജഡിക മനുഷ്യരായി പോയല്ലേ? പരിശുദ്ധാത്മാവ് നൽകുന്ന ഉത്കൃഷ്ടമായ ദാനങ്ങൾ, ഉത്തമമായ മാർഗങ്ങൾ, അത് സ്വീകരിക്കുന്ന മനുഷ്യരുടെ സാന്നിധ്യമാണ് ഈ ജഡത്തിൻ്റെ മനുഷ്യരെ ആത്മീയ മനുഷ്യരാക്കി മാറ്റുന്നത്. അപ്പം നമ്മുടെ കുടുംബം ഒരു ആത്മീയ കുടുംബമായി മാറുക. നമ്മുടെ വാർഡ് കൂട്ടായ്മ, കുടുംബ കൂട്ടായ്മ, ഇതെല്ലാം ആത്മീയരുടെ കൂട്ടായ്മയായി മാറുക. ആത്മീയതയെ ആഘോഷിക്കുന്നവരുടെ കൂട്ടായ്മയായി മാറുക. പ്രൈസ് ദി ലോർഡ്. വലത്തെ ഉയർത്തി പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. വചനം പറയാണ്, വേറൊരുവന് രോഗശാന്തിക്കുള്ള വരം നൽകുന്നു,
ഒരുവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവൻ ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവൻ വ്യാഖ്യാനിക്കാനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഉത്കൃഷ്ടമായ ദാനങ്ങളാൽ നിറയുന്ന ഒരു വ്യക്തി വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഓരോ ദൈവമക്കളും ദൈവജനവും ഓരോ ക്രൈസ്തവനും ശിഷ്യത്വത്തിൽ നിന്ന് അപ്പസ്തോലൻ എന്ന നിലയിലേക്ക് വളർന്നിട്ട് ഈ അപ്പസ്തോലന്മാർ ഏറ്റെടുത്തതുപോലെയുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താ നമ്മുടെ ഉത്തരവാദിത്വം? എൻ്റെ കുടുംബത്തെ പടുത്തുയർത്താൻ, എൻ്റെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ, എൻ്റെ കുടുംബം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലായിരിക്കാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ സഭയെ പടുത്തുയർത്തുക, സഭയെ വളർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുകയാണ്, ആത്മാവ് തന്നെ നൽകുന്നു, തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ സഭയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പരമോന്നതമായ ഒരു ദൗത്യത്തിൽ നമ്മളൊക്കെ പങ്കുകാരാകുക, അല്ല നമ്മളെ പരിശുദ്ധാത്മാവ് പങ്കു ചേർക്കുക. പരിശുദ്ധാത്മാവിനോട് ചേരാൻ താല്പര്യമുള്ളവരൊന്ന് കൈപ്പൊക്കിക്കേ. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരാൻ വിവിധങ്ങളായ വരങ്ങളും ദാനങ്ങളും കൈനീട്ടി ഹൃദയം തുറന്ന് സ്വീകരിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹമുള്ളവർ കൈപ്പൊക്കിക്ക്. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ. ഹല്ലേലൂയ. അത് മതി, അത് മതി. നിങ്ങളെല്ലാവരും അതിന് ഒരുക്കമാണ്. അതുകൊണ്ട് വചനം പറയുകയാണ്, ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. നമ്മുടെ ശരീരം ഒന്നാണ്, പക്ഷെ ഇതിലെന്തുണ്ട്? പല അവയവങ്ങളുണ്ട്. കണ്ണുണ്ട്, ചെവിയുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. മനസ്സിലായി പറയുക, ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന്, എല്ലാ അവയവങ്ങളും പലതാണ്, പക്ഷേ ഈ പല അവയവങ്ങളെല്ലാം ചേർന്നാണ് എന്തോ ഉണ്ടായിരിക്കുന്നത്? ഒരു ശരീരം ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ ആ ഉത്കൃഷ്ടമായ ദാനങ്ങൾ എല്ലാവരിലും വ്യത്യസ്തമായ രീതിയിൽ വർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ അവയവങ്ങൾ ഒന്നായിരിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ്. എൻ്റെ കണ്ണ് ഒരിക്കലും എൻ്റെ കാതിനെതിരല്ല, എൻ്റെ കാത് ഒരിക്കലും എൻ്റെ കൈക്കെതിരല്ല, ആണോ? എൻ്റെ കൈ ഒരിക്കലും എൻ്റെ കാലിനെതിരല്ല, ആണോ? അല്ല. ഇതെല്ലാം കണ്ണിൻ്റെ ഉത്തരവാദിത്വമല്ല, കാതിൻ്റെ ഉത്തരവാദിത്വം, കാതിൻ്റെ ഉത്തരവാദിത്വമല്ല, കൈയുടെ ഉത്തരവാദിത്വം. എല്ലാവരും ഓരോ അവയവങ്ങളും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ മനോഹരമായിട്ട് ചെയ്യുക. ഐക്യപ്പെട്ടാണ് ചെയ്യുന്നത്, ഐക്യത്തിലാണ് ചെയ്യുന്നത്. കണ്ണിന് എന്തെങ്കിലും ഒരു വേദന വന്നാൽ അപ്പോഴേ ഞാൻ അറിയുന്നതിന് മുൻപേ കൈ എവിടെ എത്തിയിരിക്കും? കണ്ണിലെത്തിയിരിക്കും. കണ്ണൊന്ന് തൂക്കും, തിരുമ്മും, കണ്ണിനെ ഒന്ന് ആശ്വസിപ്പിക്കും, അല്ലേ? സാരമില്ലെന്ന് അപ്പോഴേ ആര് പറയും? കൈ പറയും. സാരമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് ആര് പറയും? കൈ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നടുവിനൊരു വേദന വന്നാൽ അപ്പോഴേ എന്ത് പറയും? കാല് ഉടനെ റെഡിയാവും, എവിടെയെങ്കിലും ഒന്ന് ഇരുന്നു, എന്നിട്ട് നടുവിനൊരു ആശ്വാസം കിട്ടട്ടെ. അപ്പം കാല് പെട്ടെന്ന് അവിടെ ഇരിക്കും, അല്ലേ? ഇന്ന് നോക്കി, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തന്നെ എത്രമാത്രം വലിയ ഐക്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഉത്കൃഷ്ടമായ ദാനങ്ങൾ വർഷിക്കപ്പെടുന്നുണ്ട്. അത് വേണ്ടതുപോലെ നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾ എങ്ങനെ നിൽക്കുന്നത്? കണ്ണ് വേദനിക്കുമ്പോൾ കൈയെത്തുന്നില്ല, കാല് വേദനിക്കുമ്പോൾ കൈയെത്തുന്നില്ല, അല്ലേ? പലയിടത്തും നമുക്ക് എത്തേണ്ടിടത്തേക്ക് എത്താനായിട്ട് പറ്റാത്ത വരുന്നതിൻ്റെ കാരണം എന്താ? ഉള്ളിലാരില്ല. ഉള്ളിൽ ഈ ഉത്കൃഷ്ടമായ ദാനങ്ങളുടെ കുറവ് മൂലം ഈ ശരീരത്തിലെ അവയവങ്ങൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് പോലെ, ഒന്നൊന്നിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ നമുക്ക് പരസ്പര ഐക്യത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. വലത്തേർ ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുകയാണ്, അതുപോലെ തന്നെയാണ് ക്രിസ്തുവും നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു.
പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉത്കൃഷ്ടമായ ദാനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എപ്പോൾ സ്വീകരിച്ചു എന്നാ വചനം പറയുന്നത്? ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ചു. വീണ്ടും വചനം പറയുകയാണ്, 1 കൊറിന്ത്യൻസ് 12:4-14 നമ്മൾ വായിക്കുകയാണ്. യഹൂദരെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരവയവുമല്ല, പലത് ചേർന്നതാണ് ശരീരം. ഹല്ലേലൂയ. അപ്പൊ സഭ എന്ന് പറയുന്നത്, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ എന്ന് പറയുന്നത്, സാന്ധ്യഭവൻ എന്ന് പറയുന്നത് ഒരാളല്ല, പിന്നെ എന്താണ്? അത് നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഈ കൂട്ടായ്മ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മ, ഈ ദൈവകരുണയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചേർന്ന് വെച്ചിരിക്കുന്നതാണ് ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശ്രേഷ്ഠമായ ദാനം എന്ന് പറയുന്നത് വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും ശ്രേഷ്ഠമായ ദാനങ്ങളിലെ ഒന്നാണ് ജ്ഞാനം എന്ന ദാനം. ജ്ഞാനം കേട്ടിട്ടുണ്ടോ? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള ദിവ്യമായ സത്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുമ്പോൾ അത് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് തരുന്ന ജ്ഞാനം. ഹല്ലേലൂയ. ഈശോയുടെ ഉയർപ്പ്, ദിവ്യകാരുണ്യം, വിശുദ്ധ വചനങ്ങൾ, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ഇതൊക്കെ പലർക്കും സംശയമാണ് അല്ലേ? വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടോ? ഈശോ ഇന്നും ജീവിക്കുന്നുണ്ടോ? ഈശോ മനുഷ്യനാണോ? ഈശോ ദൈവമാണോ? മനുഷ്യന് ദൈവവുമാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് സംശയത്തോടെ നോക്കുന്നവരുണ്ട്. അത് വിശ്വസിക്കാൻ കൃപയുള്ളവരുണ്ട്. അതാണ് പറയുന്നത്, ജ്ഞാനത്തിൻ്റെ വരം ലഭിച്ചവർക്കാണ് ഇത് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നത്. ജ്ഞാനം എന്ന വലിയ ദൈവീയ കാര്യം വഴി, ആ വലിയ ഉത്കൃഷ്ടമായ ദാനം വഴി എന്താണെന്നറിയോ? നമ്മൾ ദൈവത്തെ തന്നെ നേരിട്ട് അനുഭവിക്കുക, ദൈവത്തെ നമ്മൾ രുചിക്കുക, ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയല്ല, ദൈവത്തെ നമ്മൾ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ പഞ്ചസാരയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പഞ്ചസാര എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പഞ്ചസാരയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? പഞ്ചസാരയെക്കുറിച്ച് ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരറിവുണ്ട്, പഞ്ചസാര ഇന്നതായിരിക്കും. പക്ഷേ ആരും നമ്മളോട് പറയുന്നില്ല, പഞ്ചസാരയെക്കുറിച്ച് ആരും നമ്മളോട് പറയുന്നില്ല. പക്ഷെ നമ്മളല്പം പഞ്ചസാര എടുത്ത് വായിലിട്ട് രുചിക്കുക. അപ്പോഴോ പഞ്ചസാര എന്താണെന്ന് ഞാൻ അറിയുക. ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ മനസ്സിലായി? പഞ്ചസാരയെക്കുറിച്ചാണ് എനിക്ക് മനസ്സിലായതല്ലേ. പക്ഷെ പഞ്ചസാര എന്താണെന്ന് ഞാൻ അനുഭവിച്ചത് എപ്പോഴാണ്? ഞാനത് എൻ്റെ വായിലിട്ട് രുചിച്ചപ്പോഴാണ്. ഇതുപോലെ ഈ ഉത്കൃഷ്ടമായ പരിശുദ്ധാത്മാവിൻ്റെ ഉത്കൃഷ്ടമായ ദാനങ്ങൾ കിട്ടിയവരും കിട്ടാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നു അവർ, ദൈവം മനുഷ്യനാണെന്ന്, ദൈവപുത്രനാണെന്ന്, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നെന്ന്, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു. പക്ഷേ ഉള്ളിൽ രുചിക്കാൻ പറ്റുന്നില്ല. ഈശോ ഇന്നും ജീവിക്കുന്നവനാണെന്ന് എനിക്ക് അങ്ങോട്ട് ഉള്ളിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കേൾക്കുന്നതേ ഉള്ളൂ, ഞാൻ അതെന്താണെന്ന് രുചിക്കുന്നില്ല, അനുഭവിക്കുന്നില്ല. ഇതുകൊണ്ടോ നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെയാണ്? പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ 16 മുതൽ 25 വരെയുള്ള വചനങ്ങളിലേക്ക് നമുക്കൊന്ന് വരുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. എത്രാം ദിവസമാണ്? 3-ാം ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഉണ്ടായത്? ഇടിമുഴക്കം ഉണ്ടായി, മിന്നൽ പിണരുകളുണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു, കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്ന് വിറച്ചു. എന്താ അവിടെ നടന്നത്? ഇടിമുഴക്കവും മിന്നൽ പിണരും കറുത്ത മേഘവും ഒക്കെ എന്തിൻ്റെ പ്രതീകമാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. ദൈവം ഇറങ്ങി വരുക. ഇസ്രായേൽ ജനത്തിൻ്റെ മേലെ അടുത്തേക്ക്, മോശയുടെ മേലെ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ശക്തമായ സാന്നിധ്യം കടന്നു വരുന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ ഇടിമുഴക്കവും ഈ മേഘവും. എന്നിട്ട് വചനം പറയുകയാണ്, പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്ന് വിറച്ചു, ദൈവത്തെ കാണുന്നതിന് വേണ്ടി. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതിൻ്റെ അടയാളങ്ങൾ ഉണ്ടായപ്പോൾ ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. നേരിട്ട് കണ്ടോട്ടെ അല്ലേ? ഇസ്രായേൽ ജനം എന്ത് ചെയ്തോട്ടെ? നേരിട്ട് ദൈവത്തെ കണ്ടോട്ടെ എന്ന് കരുതി മോശ കൊണ്ടുവരിക. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട് അടിവാരത്തിൽ നിലയുറപ്പിച്ചത്?
ഈ ഇടിമുഴക്കവും മേഘവും എല്ലാം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്ത് വരുമ്പോഴത്തേക്ക് ഇവരത് കാണാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുവാണ്. അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ, കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂമാവൃതമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അഗ്നിയിലാണ് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. അഗ്നി എന്തിൻ്റെ പ്രതീകമാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സീനായി മല മുഴുവനും, ഇവർ ഈ മലയുടെ അടിവാരത്തിലാണ് നിൽക്കുന്നത്, ആ മല മുഴുവനും എങ്ങനെയായി തീർന്നെന്നാണ് പറയുന്നത്? ധൂമാവൃതമായി. എന്നിട്ട് പറയാണ്, ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. കാഹള ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് നോക്കിയേ, കർത്താവ് സീനായി മല മുകളിൽ ഇറങ്ങി വന്ന് മോശയെ മല മുകളിലേക്ക് വിളിച്ചു. എല്ലാവരെയും വിളിച്ചില്ല. ആരെയും വിളിച്ചത്? മോശയെ വിളിച്ചു. അവൻ കയറി ചെന്നു. അപ്പോൾ അവിടുന്ന് അരുൾ ചെയ്തു, നീ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, അല്ലെങ്കിൽ അവരിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തു വരികയും തൽഫലമായി മരിക്കുകയും ചെയ്യാം. അപ്പം കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. കർത്താവിനെ സമീപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ? തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പാവങ്ങളെയൊക്കെ ഓർത്ത് അനുദപിച്ച് നല്ല കുമ്പസാരം നടത്തിയിട്ടാണ് വിശുദ്ധ കുർബാനയ്ക്കൊക്കെ വരികയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തത്, അല്ലേ? അങ്ങനെ വേണം. മോശ കർത്താവിനോട് പറഞ്ഞു, സീനായി മലയിലേക്ക് കയറാൻ ജനങ്ങൾക്ക് കഴിയുകയില്ല. കാരണം ചുറ്റും അതിർത്തി നിർണയിച്ച് മലയെ വിശുദ്ധ സ്ഥലമായി പരിഗണിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവരൊരിക്കലും കയറി വരികയില്ലെന്ന് മോശ ഉറപ്പ് കൊടുക്കുക. അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ ഇറങ്ങിച്ചെന്ന് അഹ്റോനെയും കൂട്ടി കയറി വരിക. ഹല്ലേലൂയ. അപ്പം ദൈവം വളരെ ശക്തമായിട്ട് കണ്ടോ, വലിയൊരു ജനം ഈ മലയുടെ അടിവാരത്ത് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ആരെയാണ് കൂട്ടിക്കൊണ്ട് വരേണ്ടത്? നിൻ്റെ ഒപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടുത്തേക്ക് വരാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണെന്ന് ദൈവം കൃത്യമായിട്ട് സന്ദേശം കൊടുക്കും. ആരാണത്? അഹ്റോനെയും കൂട്ടി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനങ്ങളും അതിർത്തി ലംഘിച്ച് കർത്താവിനെ സമീപിക്കാതിരിക്കട്ടെ. സമീപിച്ചാൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും. മോശ ഇറങ്ങിച്ചെന്ന് ജനത്തോട് സംസാരിച്ചു. എന്താണ് ഇവിടെ കാണുന്നത്? മോശയോട് ദൈവത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടതാണോ മോശ ജനത്തോട് സംസാരിച്ചത്? അല്ല. പിന്നെ എന്താ സംസാരിച്ചത്? അനുഭവിച്ചു. മോശ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് അറിഞ്ഞ് ഹൃദയത്തിൽ അനുഭവിച്ചതാണ് മോശ ദൈവജനത്തിന് പങ്കുവെച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് കരങ്ങളൊന്ന് കൂപ്പിയിട്ട് പറഞ്ഞ്, ദൈവമേ, എനിക്കും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അനുഭവിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തെ അനുഭവിക്കണം. പറഞ്ഞ്, ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയണം. ഈ ദൈവത്തെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലൂടെ ദൈവം തരും. പക്ഷെ അവിടെ നിന്നാൽ പോരാ. അതിൽ നിന്ന് നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ തന്നെ നമ്മുടെ പരിശ്രമത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും സ്വയം വിശുദ്ധീകരണത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് നമ്മളങ്ങ് കടന്നു ചെല്ലണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിയോഗിക്കണം, ദൈവം തിരഞ്ഞെടുക്കണം. മോശയുടെ കൂടെ നിൽക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാ? അഹ്റോനെയാ. ഹല്ലേലൂയ. അതുപോലെ ദൈവം എന്നെയും തിരഞ്ഞെടുക്കണം. ദൈവം നമ്മുടെ കുടുംബത്തെ തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. ഇതുകൊണ്ടോ യാക്കോബിൻ്റെ ലേഖനത്തിൽ 3:17 നമ്മളിങ്ങനെ വായിക്കുക, എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ്. അത് അനുചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തരുന്ന കൃപയെക്കുറിച്ച് പറയും, ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തെക്കുറിച്ച്
നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള അനുഭവം, അതാണ് ജ്ഞാനം. അനുഭവം, ആ ജ്ഞാനം അത് ശുദ്ധമാണ്, സമാധാനപൂർണ്ണമാണ്, വിനീതമാണ്, വിധേയത്വമുള്ളതാണ്, കാരുണ്യമുള്ളതാണ്, സൽഫലങ്ങൾ നിറഞ്ഞതാണ്. അത് ആത്മാർത്ഥതയില്ലാത്തതല്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. അപ്പം നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് ഒരു ശുശ്രൂഷ നമ്മളെ ഏൽപ്പിക്കുക. എന്തെങ്കിലും ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കൈപ്പൊക്കിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ശുശ്രൂഷകളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കൈപ്പൊക്കിക്ക്. കണ്ടോ, കുറച്ച് പേരെ കൈപ്പൊക്കിയിട്ടുള്ളൂ. ഇനി കൈതാത്തിട്ട് ഇനി ഇവിടെയുള്ള എല്ലാ കുടുംബനാഥന്മാരും ഒന്ന് കൈപ്പൊക്കിക്കേ. നിങ്ങളെ പിന്നെ എന്നതാ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവിടെയുള്ള എല്ലാ കുടുംബനാഥന്മാരും ഒന്ന് കൈപ്പൊക്കിക്കേ. നിങ്ങളെ എന്നതാ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്? എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടോ? ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്. അതാണ് കുടുംബത്തിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അത് ദൈവികമായി തീരുമ്പോഴാണ് അതിനകത്ത് നിങ്ങളുടെ ആത്മാർത്ഥത തെളിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയുടെ അടിസ്ഥാന ഘടകം എന്താണ്? കുടുംബമാണ്. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? അത് കുടുംബമാണ്. അപ്പോൾ ഈ അടിസ്ഥാന ഘടകത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെന്ന് കൈപ്പൊക്കിക്കേ. കുടുംബനാഥൻ എന്ന നിലയിലുള്ള ഒരു ഉത്തരവാദിത്വം, കുടുംബനാഥ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം, അത് ഭംഗിയായിട്ട് ആത്മാർത്ഥതയുള്ളതായിട്ട് ചെയ്യുമ്പോഴല്ലേ സഭ വളരുന്നത്, അവിടെ ഒരു ക്രിസ്തീയ സാന്നിധ്യം ഉണ്ടാകുന്നത്. ആണോ? ആണോ? അതെ. കൊണ്ട് വചനം പറയുന്നു, ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ ഭക്തി പരിശീലിപ്പിക്കും. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഭക്തി പരിശീലിപ്പിക്കുന്നത്? ഒരു ഈശോയുടെ രൂപം കാണുമ്പം നമ്മൾ പറയും, കുഞ്ഞ് മോനെ അല്ലെങ്കിൽ കൈകുപ്പി പിടിച്ച് പ്രാർത്ഥിക്കും. ഒരു പള്ളി കാണുമ്പോൾ ആ പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് മുട്ടുകുത്തി അല്ലെങ്കിൽ ശിരസ് കുമ്പിട്ട് നമ്മൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുന്നു. അപ്പം ആ കൊച്ചിനെ എന്ത് പഠിപ്പിക്കുക? നമ്മൾ ഭക്തി പരിശീലിപ്പിക്കുക. അപ്പോൾ ഈ ഭക്തി പരിശീലിപ്പിക്കപ്പെടുന്നത് വഴി എന്ത് സംഭവിക്കുമെന്നാണ് വചനം പറയുന്നത്? ജ്ഞാനത്തിനുള്ള പരിശീലനം കിട്ടുക. ഹല്ലേലൂയ. അപ്പോൾ ഭക്തിയുള്ളവരിലേക്കാണ് ദൈവത്തിൻ്റെ ജ്ഞാനം കടന്നു വരുന്നത്. വിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിക്കുന്നു, ജപമാല ഭക്തിയോടെ അർപ്പിക്കുന്നു, ദേവാലയത്തിലും പരിസരത്തൊക്കെ എൻ്റെ ഭക്തിയോടെ നമ്മൾ വ്യാപരിക്കുന്നു. അല്ലേ? ആണോ? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോഴേ സണ്ണിച്ചേട്ടൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നിട്ടിട്ട് അവിടെ തിരി കത്തിച്ച് വെക്കും. എന്തിനാ? ആ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, ആദരവ്, ബഹുമാനം. അവരുടെ വീടും ഇതാ കർത്താവിൻ്റെ വരവിന് വേണ്ടി തുറക്കപ്പെടുക. നേരെ ഈശോയുടെ നേരെയാണ് അവരുടെ വീടിൻ്റെ വാതിൽ. അപ്പോൾ അത് തുറന്ന് വെച്ചിട്ട് സൺചേട്ടനെന്നും തിരി കത്തിച്ച് വെക്കും. എന്തിനാ അത്? അതാ ഭക്തിയാണ്, ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയാം, എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഉണ്ടോ, ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമർത്ഥമായി ചൊരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് സമർത്ഥമായിട്ട് ഈ ദൈവത്തിൻ്റെ ജ്ഞാനം, കൃപ ഇതെല്ലാം സമർത്ഥമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജോബിൻ്റെ പുസ്തകം 28:18 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പവിഴത്തിൻ്റെയോ പളുങ്കിൻ്റെയോ പേര് പറയുക പോലും വേണ്ട, ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. വലത്തേറെ ഉയർത്തി പറഞ്ഞേ, ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ പളുങ്കിനേക്കാളും മുത്തുകളെക്കാളും സ്വർണത്തെക്കാളും അമൂല്യമാണ് ദൈവം തരുന്ന ജ്ഞാനമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ഭക്തി പരിശീലിപ്പിച്ചാലേ അവർക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? അവർ ജ്ഞാനമുള്ള കുഞ്ഞുങ്ങളായി വളരുകയുള്ളൂ. പള്ളിയിൽ കൊണ്ടുപോകണം, പള്ളിയിൽ കൊണ്ടുപോയാൽ പോരാ, അവിടെ ഇങ്ങനെ ഓടിക്കളിക്കാനുള്ള സ്ഥലമല്ല. അവിടെ അതിൻ്റേതായ ഭക്തി. വൈകിട്ട് കുരിശ് വരയ്ക്കാനിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, രൂപക്കൂടിൻ്റെ മുമ്പിൽ തിരികത്തിച്ച് ജപമാല ചെല്ലാനിരിക്കുമ്പോൾ അവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ട ചില ഭക്തിയുണ്ട്. നമ്മളവരുടെ വിനോദം കാണാനിരിക്കുന്ന സമയമല്ല, നമ്മളവരുടെ കളി കാണാനിരിക്കുന്ന സമയമല്ല, അവരുടെ കൂത്താട്ടം കാണാനിരിക്കുന്ന സമയമല്ല കുരിശ് വരയ്ക്കുന്ന സമയം. അവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ട ഒരു ഭക്തിയുടെ ഭാഗമുണ്ട്. ഹല്ലേലൂയ. വലത്തേറ് ഉയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് സുഭാഷിതം 3:13 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. ആരാ ഭാഗ്യവാൻ? ജ്ഞാനം നേടുന്നവനും
അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. ആരിൽ നിന്ന് ജ്ഞാനം തേടണം? ആരിൽ നിന്ന് അറിവ് തേടണം? പരിശുദ്ധാത്മാവിൽ നിന്ന്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലൂടെയും കൊണ്ടുവിട്ട് എല്ലാ ഡിഗ്രികളും PGയും അതിന് മുകളിലുള്ള എല്ലാം എടുത്തെടുത്ത് കിട്ടുന്ന അറിവല്ല, ജ്ഞാനമല്ല, പിന്നെ എന്താണ്? ഉന്നതത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്ന ജ്ഞാനവും അറിവും ഉള്ള വ്യക്തികൾ ആരാണെന്നാണ് വചനം പറയുന്നത്? ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ, ഭാഗ്യവാനാണ്. സുഭാഷിതം 3:13 ഏറ്റു പറഞ്ഞേ. സുഭാഷിതം 3:13. ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്നോട് പറഞ്ഞേ, ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ജ്ഞാനമുള്ള കുടുംബിനികൾ, ജ്ഞാനമുള്ള കുടുംബനാഥന്മാർ, ജ്ഞാനമുള്ള മക്കള്, അറിവുള്ള കുടുംബനാഥന്മാർ, അറിവുള്ള കുടുംബനാഥകൾ, ഇത് കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഒരു ക്ലാസ്സിൽ, അതൊരു താമസിച്ചുള്ള ഒരു ധ്യാനത്തിൻ്റെ സമയത്താണ്, ബൈബിള് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഒരു ബൈബിളിലെ ഒരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്കിതെടുത്ത് വായിക്കാം. കുറേ നേരം ഇവർ പരിശ്രമിച്ചിട്ടും ആ വചനഭാഗം എടുത്ത് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവസാനം ആർക്കോ കിട്ടി, വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് എന്നോട് പറയുമായിരുന്നു, എനിക്ക് ഇന്നാ മനസ്സിലായത് വിട്ടികളിൽ ഏറ്റവും വലിയ വിട്ടി ഞാനാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ലോകത്തിൻ്റെതായ ഏത് കാര്യങ്ങൾ ചോദിച്ചാലും എനിക്കറിയാം. ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സോ കുട്ടികളോ എന്ത് ചോദിച്ചാലും എനിക്ക് അവർക്ക് മറുപടി കൊടുക്കാനുള്ള അറിവുണ്ട്, ജ്ഞാനമുണ്ട്. പക്ഷേ ഈ സിസ്റ്റർ ഇവിടെ ക്ലാസ്സിൽ സുവിശേഷത്തിൻ്റെ ഇന്ന അധ്യായം, ഇന്ന വാക്യം എടുത്ത് വായിക്കാൻ പറഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ് തപ്പിയിട്ടും എനിക്ക് ആ സുവിശേഷം എടുക്കാൻ പറ്റിയില്ല, എനിക്ക് അധ്യായം എടുക്കാൻ പറ്റിയില്ല, എനിക്ക് ആ വാക്യം എടുക്കാൻ പറ്റിയില്ല, എനിക്കത് വായിക്കാൻ പറ്റിയില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഞാൻ എത്രമാത്രം അറിവില്ലാത്തവളാണ്, ജ്ഞാനമില്ലാത്തവളാണ്. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലായല്ലോ. ഇതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അറിവ് വേണം. കുഞ്ഞുങ്ങളെ നല്ലത് പഠിപ്പിക്കണമെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കണമെങ്കിൽ, കുഞ്ഞുങ്ങളെ ദൈവത്തോട് ചേർത്ത് പിടിക്കണമെങ്കിൽ ഈ അപ്പനും ഈ അമ്മയ്ക്കും ഉന്നതത്തിൽ നിന്നുള്ള ഈ ജ്ഞാനം വേണം. ഒരധ്യാപകന്, ഒരു വേദാട അധ്യാപകനാകാനുള്ള യോഗ്യത എന്താ? സ്കൂളിൽ പഠിപ്പിക്കുന്നുള്ള യോഗ്യതയല്ല. ഒരു വേദാട അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് അവൻ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളവനായിരിക്കണം. ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളവനെ വേദപാഠം പഠിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. വേദപാഠത്തിലൂടെ എന്താ പഠിപ്പിക്കേണ്ടത്? വേദപാഠത്തിലൂടെ കുട്ടികളെ നമുക്ക് എന്താ പഠിപ്പിക്കാനുള്ളത്? ദൈവത്തെക്കുറിച്ചാണ് പഠിപ്പിക്കാനുള്ളത്, ദൈവത്തെയാണ് പകർന്നു കൊടുക്കാനുള്ളത്. അപ്പോൾ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലാത്തവന് വേദപാഠം, 1 വർഷം വേദപാഠം പഠിപ്പിച്ചാലും, വേദപാഠത്തിൻ്റെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചാലും കുഞ്ഞിന് ദൈവത്തെ പറ്റുമോ? കിട്ടിയേല. പലതരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 2:21 നമ്മളിങ്ങനെ വായിക്കുക, സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു, രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടുന്നാണല്ലോ. ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പ്രദാനം ചെയ്യുന്നത് അവിടുന്നാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്ന ദൈവമാണ്. എന്നിട്ട് വചനം പറയുകയാണ്, ജ്ഞാനിക്ക് ജ്ഞാനം കൊടുക്കുന്നു, അറിവുള്ളവന് അറിവ് കൊടുക്കുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും. പലതരത്തിൽ പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും. സ്വരത്തിൽ പറഞ്ഞ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അപ്പൊ ജ്ഞാനിക്ക്, അറിവുള്ളവന് കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവൻ്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അറിവുള്ളവനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വീണ്ടും വീണ്ടും അറിവ് കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം? ജ്ഞാനിക്ക് വീണ്ടും ജ്ഞാനം കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ? അറിവുള്ളവന് വീണ്ടും അറിവ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ? ഉള്ളവന് വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ? കാരണം? താലന്തുകളുടെ ഉപമയോർത്തേ. 5 കിട്ടിയവൻ എന്ത് പറഞ്ഞു? 5 കൂടി. ഇതാ ഞാൻ 5 കൂടെ ഉണ്ടാക്കിയിരിക്കുന്നു. 10 കിട്ടിയവൻ എന്ത് പറഞ്ഞു? ഇതാ ഞാൻ 20 കൂടെ.
2 കിട്ടിയവൻ എന്ത് പറഞ്ഞു? ഇതാ ഞാൻ 4 കൂടെ സമ്പാദിച്ചിരിക്കുന്നു. 1 കിട്ടിയവൻ എന്ത് പറഞ്ഞു? ഞാനത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു പറഞ്ഞു, അല്ലേ? അപ്പം നമുക്ക് ദൈവം കൃപകൾ തരുമ്പോൾ, ദൈവം നമുക്ക് ജ്ഞാനവും അറിവുമാകുന്ന ഉത്കൃഷ്ടമായ ദാനങ്ങൾ കൊണ്ട് ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് തോന്നുന്നുണ്ടെങ്കിൽ, അത് സമർത്ഥമാക്കാൻ ദൈവത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ആമേൻ. ഹല്ലേലൂയ. എനിക്കുള്ളത് എന്നിൽ തന്നെ വെക്കാനുള്ളതല്ല, എനിക്കുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പനും അമ്മയ്ക്കുള്ളത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മക്കൾക്കുള്ളത് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നും നമുക്ക് വേണ്ടിയുള്ളതല്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ആമേൻ. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞു ആമേൻ. ഹല്ലേലൂയ. വചനം പറയാണ്, ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യനേക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യനേക്കാൾ ശക്തവുമാണ്. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഈശോ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പോയി ഒരുപാട് ദൈവത്തെക്കുറിച്ച് പഠിച്ച് ഒരുപാട് ഡിഗ്രികളൊക്കെ സമ്പാദിച്ചവരായിരുന്നോ? അല്ല. പിന്നെ എന്തായിരുന്നു അവരുടെ അറിവ്? അവരല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? സുവിശേഷം, ലേഖനങ്ങൾ, ഇതെല്ലാം അവരിലൂടെ വന്നതല്ലേ? ഇതല്ലേ അവർക്ക് എവിടെ നിന്ന് കിട്ടി? വെറും മുഖ്യന്മാരായ ആ മനുഷ്യർക്ക്, വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന, അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഇതല്ലേ എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടി? പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിച്ചു. അതുകൊണ്ടാണ് വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തത്. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. വലത്തെ ഉയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇനി അപ്പസ്തോല പ്രവർത്തനം 6:3 നമ്മളിങ്ങനെ വായിക്കുക. അതിനാൽ സഹോദരരെ എന്ത് ചെയ്യണം? സുസമ്മതരും ജ്ഞാനവും ആത്മാവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഹല്ലേലൂയ. വലത്തേർ ഉയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. എങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാനാ പറഞ്ഞത്? നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു 7 പേരെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കേണ്ടത്? വചനം പറയുന്ന യോഗ്യത പറയുന്നത് എന്താന്ന് നോക്കിയേ. സുസമ്മതരെന്ന് പറഞ്ഞാൽ ആരാ? അവർ മറ്റുള്ളവർക്ക് സമ്മതമുള്ളവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കുന്നവർ, മറ്റുള്ളവരുടെ മുമ്പേ സാക്ഷിയുള്ളവർ ഒക്കെ ആയിരിക്കണം. സുസമ്മതരും. പിന്നെയും പറയാണ് ആത്മാവും ജ്ഞാനവും ഉള്ളവർ. ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്ന ജ്ഞാനമുള്ളവർ, അങ്ങനെയുള്ളവരെ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒന്ന് കരങ്ങൾ കുപ്പി കണ്ണടച്ചേ. ഇപ്പം ഈ സമൂഹത്തോടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നെങ്കിൽ, ഈ സമൂഹത്തിൽ നിന്ന് ഈ സുസമ്മതരും ആത്മാവുള്ളവരും ജ്ഞാനമുള്ളവരുമായ 7 പേരെ തിരഞ്ഞെടുക്കാനാണ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുന്നെങ്കിൽ അതിലൊരാൾ ഞാനായിരിക്കുമോ എന്ന് ചോദിച്ചു നോക്കിയേ. അതിലൊരാൾ ഞാനായിരിക്കുമോ? എന്നെ തിരഞ്ഞെടുക്കുമോ ദൈവം? ഉണ്ടോ? ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നോക്കിയേ. ദൈവം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് മനസ്സായി.
ഉണ്ടോ? എന്നാൽ പക്വതകളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനമല്ല, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ സുസമ്മതരും ആത്മാവുള്ളവരും ജ്ഞാനമുള്ളവരുമായ 7 പേരെ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? ക്രിസ്തുവിനെ പ്രഘോഷിക്കാനാണ്. അവർ പ്രഘോഷിക്കേണ്ടത് എന്താണെന്നാണ് വചനം പറയുന്നത്? അവർ പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ വിജ്ഞാനം പ്രസംഗിക്കാനല്ല ഈ 7 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. പിന്നെ എന്താണ്? രഹസ്യവും നിഗൂഢവുമായി ദൈവിക ജ്ഞാനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഹല്ലേലൂയ. അത് നമ്മുടെ മഹത്വത്തിനായ യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ഉണ്ടോ? സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. ഹല്ലേലൂയ. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പലതേരും ഉയർത്തി പറഞ്ഞേ, എന്നാൽ ആത്മാവ് മുഖേന അതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ, പലതേർ ഉയർത്തി ഉറക്കെ പറഞ്ഞ്, എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഉണ്ടോ? യാക്കോസ്ലിഹ പറയുകയാണ് 3:15, ഈ ജ്ഞാനം, നമ്മൾ പ്രസംഗിക്കേണ്ട ദൈവിക ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. അതായത് ദൈവത്തിൻ്റേതല്ലാത്ത ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവം തരാത്ത ജ്ഞാനം അത് പൈശാചികമാണ്, അത് ഭൗമികമാണ്, അത് സ്വാർത്ഥപരമാണ്. ഓർത്ത് നോക്കിയേ, നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൻ്റെതായ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട്. അത് പൈശാചികമായ ഒരറിവാണ്, ഭൗതികമായ വെറും അറിവാണ് നമ്മൾ ആർജിച്ചെടുക്കുന്നെങ്കിൽ, നമ്മൾ സ്വന്തമാക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തെ അനുഭവിക്കുന്നതിന് തടസ്സമാണത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വായിക്കുന്ന പുസ്തകം എന്താണെന്ന് മാതാപിതാക്കൾ അറിയണം. കുഞ്ഞുങ്ങൾ കൂട്ടുകൂടുന്ന ആരോടാണെന്ന് മാതാപിതാക്കൾ അറിയണം. അവരുടെ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മാതാപിതാക്കൾ അറിയണം. കാരണം വെറും പൈശാചികമായ അറിവാണ് അവർക്ക് ലഭിക്കുന്നെങ്കിൽ, ലോകത്തിൻ്റെതായ തിന്മയുടെ ജ്ഞാനമാണ് അവർക്ക് ലഭിക്കുന്നെങ്കിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ഞാൻ പറയാം, അല്ലേ? ശരിയല്ലേ? നമ്മൾ പറയല്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും പുല്ലിനും ഉണ്ടാവും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്ന് പറയുന്നത് പോലെ നമ്മൾ ആരോടാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒരു ചൈതന്യം നമ്മളിലേക്കും കടന്നു വരും. ഹല്ലേലൂയ. ജ്ഞാനവും വിവേകവും അറിവും വിശുദ്ധിയുള്ള മാതാപിതാക്കളോടാണ് കുഞ്ഞുങ്ങൾ എപ്പോഴും ചേർന്നിരിക്കുന്നെങ്കിൽ അത് മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് കടന്നു വരും. വചനം പറയുന്നു, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 19-20 നമ്മളിങ്ങനെ വായിക്കുക. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കുടുക്കുന്നു. ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ഭോഷത്വമാണ്. അവരുടെ ബുദ്ധി ഈ ലോകത്തിൻ്റെതായ ബുദ്ധിയിൽ തന്നെ അവർ കുടുങ്ങുന്നു. ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണ് കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വലത്തേർ ഉയർത്തി സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. കേട്ടോ, ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 13 മുതലുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നത്? ദാനിയേലിനെ. എന്നിട്ട് രാജാവ് ദാനിയേലിനോട് ചോദിച്ചു, രാജാവായ എൻ്റെ പിതാവ് യൂദായിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ നീ തന്നെയല്ലേ? വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്ന് തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്കുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
ഹല്ലേലൂയ. ദാനിയേലിനെ കുറിച്ച് എന്താ കേട്ടിരിക്കുന്നത്? നിന്നിൽ ആത്മാവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിനക്ക് തെളിഞ്ഞ ബുദ്ധി, അല്ലേ, തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്കുണ്ടെന്ന് രാജാവ് ദാനിയേലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന്. ഈ എഴുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം പറയുന്നതിന് വേണ്ടി ജ്ഞാനികളെയും ആവിചാരക്കാരെയും അവർക്ക് കൊണ്ടുവന്നു, എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. പക്ഷേ അവർക്കാർക്കും അത് വിശദീകരിക്കാനായിട്ട് സാധിച്ചില്ല. ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി. സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. കണ്ടോ, ദാനിയേലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. എല്ലാ തരത്തിലുള്ള ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാനുള്ള കൃപ ആർക്ക് കിട്ടിയിരുന്നു? ദാനിയേലിന് ലഭിച്ചിരുന്നു. അവിടുന്നാണ് നിൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്, രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. ഹല്ലേലൂയ. വലത്തേർ ഉയർത്തി ഒന്ന് സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ജ്ഞാനത്തിന്റെ ബലത്താല്, ദൈവത്തിന്റെ ആ ഉത്കൃഷ്ട ദാനത്താല്, കൃപാവരങ്ങളാല് ഞങ്ങൾ അഭിഷേകം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, കടന്നു വരണമേ ദൈവമേ, ഈശോയെ കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ആരാധനാ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അത് നേറ്റ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വലത്തേർ ഉയർത്തിയിട്ട് പറഞ്ഞേ, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. കണ്ടോ, ദൈവത്തോട് ചോദിക്കുവാണ്. ദൈവത്തെ അറിയാൻ, ദൈവത്തെ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുക, പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നോക്കിയേ. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് എനിക്ക് എന്ത് തരണം? ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ എന്ന് പറഞ്ഞാൽ, അങ്ങയുടെ ദാസരുടെ ജ്ഞാനമില്ലാത്തത് കൊണ്ട്, ജ്ഞാനമുള്ളവനെ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പം ജ്ഞാനമില്ലാത്തത് കൊണ്ട് എന്നെ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് തിരസ്കരിക്കരുതേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അല്പായസനും നീതി നിയമങ്ങളിൽ അജ്ഞനുമാണ്. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും, ആ വാക്കൊന്ന് പറഞ്ഞ്, മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലെന്നോ കരുതിക്കൂ. നമുക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല, ഒത്തിരി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അത്യാവശ്യമൊക്കെ വിദ്യാഭ്യാസമൊക്കെ നമുക്കുള്ളൂ. ഒന്നും പേടിക്കണ്ട. ഉള്ളിൽ എന്തുണ്ടെങ്കിൽ മതി? ജ്ഞാനമുണ്ടെങ്കിൽ മതി. ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ മതി. ഉള്ളിൽ ജ്ഞാനമുണ്ടെങ്കിൽ മതി. അതാണ് പറയുന്നത്, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും. തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ ഉന്നതമായ കൃപാവരങ്ങളാൽ നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുന്നതിന് വേണ്ടി, അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഉത്തമമായ മാർഗം തിരഞ്ഞെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.